എന്നിട്ട് ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്ന് ഡൽഹി വരെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നപ്പോൾ എന്നെ ആ ക്രിയേറ്റീവ്സ് കാണിച്ചു. ദാറ്റ്സ് ഹൗ ഇൻക്രെഡിബിൾ ഇന്ത്യ വാസ് ബോൺ. അപ്പോൾ നമ്മുടെ ഇമാജിനേഷൻ, ആംബിഷൻ, ഹങ്കർ, ഇതൊന്നും ഒരു ലിമിറ്റും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേരളം ചെറിയ ഒരു ആർക്കും അറിയാത്തൊരു സ്ഥലത്ത് നിന്ന് ഇത്രയും ഒരു ഗ്ലോബൽ ബ്രാൻഡായത്. കേരളത്തിൻ്റെ ടൂറിസം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര അനുഭവമായിരുന്നു എനിക്ക്. ബിക്കോസ് അതൊരു ബ്ലാങ്ക് ക്യാൻവസ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലതും വരച്ച് നോക്കി, ചെയ്ത് നോക്കി, അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ റഫ് ആൻഡ് റെഡി ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മളൊരു ചെറിയൊരു സ്ഥലത്തിരുന്നുകൊണ്ട് നമ്മളൊരു ഗ്ലോബൽ ലെവലിലാണ് ആലോചിച്ചത്. സോ വിച്ച് മീൻസ് ദറ്റ് നമ്മുടെ ആംബിഷൻ വാസ് ലിമിറ്റ്ലെസ്, നമ്മുടെ ഫണ്ട്സൊക്കെയാണ് ലിമിറ്റഡ്. അപ്പോൾ നമ്മുടെ ഇമാജിനേഷൻ, ആംബിഷൻ, ഹങ്കർ, ഇതൊന്നും ഒരു ലിമിറ്റും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേരളം ഒരു ചെറിയ ഒരു ആർക്കും അറിയാത്തൊരു സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരു കോവളം എന്ന ഡെസ്റ്റിനേഷനിൽ നിന്ന് ഇത്രയും ഒരു ഗ്ലോബൽ ബ്രാൻഡായത്. ബിക്കോസ് ദ ബ്രാൻഡ് വാസ് വെരി അംബിഷ്യസ്. ആ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം. ഞാനല്ല ക്രിയേറ്റ് ചെയ്തത്, ഞങ്ങൾ കുറച്ച് പേര്. ദർ വാസ് എ ഗ്രേറ്റ് ഏജൻസി ദർ, കണ്ടിന്യൂവേഷൻ ഓഫ് ദാറ്റ് ഏജൻസിയും ദി ഇൻഡസ്ട്രിയും ഒക്കെ ഓരോ അതിൻ്റെ ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പറ്റി. ഇത്രയും പറയാൻ കാരണം അതൊരു ആസ് എ ലേണിംഗ്, ആസ് എ സ്കൂൾ ലോകത്തിൽ ആർക്കും കിട്ടാത്തൊരു എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഞാൻ ഈ ഇന്ത്യയുടെ ഹോൾ അപ്രോച്ച്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി, യു ആർ ഡിക്കേഡ്സ് ബിഹൈൻഡ്, നിങ്ങൾക്കൊന്നും അറിയില്ല, ഇതിങ്ങനെ സ്ഥിരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരുത്തരാണ് ഞാൻ. അപ്പോൾ അന്ന് ഐ വാസ് ദെയർ ഫോർ 4-5 years. അതിലൊരു പീരീഡിൽ എൻ്റെ ബോസായിട്ട് മിസ്റ്റർ അമിതാഭ് കാന്ത് വന്നു. അമിതാഭ് കാന്ത് വാസ് ദെൻ സെക്രട്ടറി ആയിട്ട്, ഹി വാസ് എ ബ്രീഫ് വൈൽ ആ സെക്രട്ടറി. അപ്പോൾ ഞങ്ങളിങ്ങനെ വിദേശത്ത് യാത്ര ചെയ്യാണ്, പാർട്ട് ഓഫ് ആ മാർക്കറ്റിംഗ് ഫീൽഡിന്. അപ്പോൾ ഒരു ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ കുറേ നാളായത് എൻ്റെ തലയിലോട്ട് ഈ ക്രിറ്റിസിസം കൊണ്ട് വരുന്നത്, നീ മിനിസ്ട്രിയുടെ ചുമതലക്കാരനായതെങ്കിൽ നീ എന്ത് ചെയ്യും, വാട്ട് കൻ യു ഡു, ദിസ് ഇസ് സച്ച് എ ഡിഫിക്കൽട്ട് പ്ലേസ് ടു ഡു തിങ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദാറ്റ് സെറ്റ് മീ തിങ്കിങ്. ആൻഡ് ദെൻ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, ഇഫ് ഐ were given a chance, I'll start with something very simple and then I'll work on it, and it has to start from something that's so simple but evocative, അങ്ങനെയാണ്. And then I said, and my line would be Incredible India, because incredible can be incredible good, incredible bad, incredible wonderful, incredible pathetic, whatever. അങ്ങനെ എടുത്തുകൊണ്ട് പോകാം. So it's got attributes that can be extended, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എക്സ്റ്റെൻഡ് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഫ്രം എ ബ്രാൻഡിങ് പോയിന്റ് ഓഫ് വ്യൂ, ഫ്രം എ മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ, ഭയങ്കര പോസിബിലിറ്റീസ് ഉള്ളതാണ് ഈ ഒരു വാക്ക്. ആൻഡ് ദെൻ ഇറ്റ് വർക്ക്സ് വെൽ. ഇതൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ മറന്നുപോയി, അയാളും മറന്നുപോയി, അങ്ങനെ മറന്നുപോയി എന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് ഇൻ എ ഫ്യൂ മന്ത്സ് ടൈം, ആസ് ഇറ്റ് ഹാപ്പൻ, മിസ്റ്റർ കാന്ത് വാസ് പോസ്റ്റഡ് ആസ് ജോയിൻറ്റ് സെക്രട്ടറി ഇൻ ടൂറിസം ഇൻ ദ മിനിസ്ട്രി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം അപ്പറൻ്റ്ലി ഞാൻ കേട്ടതനുസരിച്ചിട്ട് വലിയ ഏജൻസീസിനോടൊക്കെ പിച്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരൊക്കെ പിച്ച് ചെയ്തൊന്നും ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. കാരണം പറഞ്ഞു ഇത് ശരിയാവുന്നില്ല. അങ്ങനെ അവസാനം അദ്ദേഹം ഗ്രേ ആണെന്ന് തോന്നുന്നു, അതല്ല ONM, ഒഗ്ലിവിയൻ മേത്ത്, ONMമാരോട് പറഞ്ഞു, ഇത് വെച്ചുകൊണ്ട് വർക്കൗട്ട് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു. So that they also said that that's working. അങ്ങനെ they created the first ആദ്യത്തെ ലൈൻ അവർ ആലോചിച്ചു, ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് ക്രിയേറ്റീവ്സ് ഒക്കെ ചെയ്തു. എന്നിട്ട് ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്ന് ഡൽഹി വരെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നപ്പോൾ എന്നെ ആ ക്രിയേറ്റീവ്സ് കാണിച്ചു. So that's how Incredible India was born. അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ എനിക്ക് എന്നെ ഇവിടുന്ന് ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ ചാർജുള്ള മിനിസ്ട്രിയിലോട്ട് എന്നെ വിളിച്ചു. സോ അതിന് ശേഷമുള്ള 2-3 വർഷം ഞാനാണ് ആ ക്യാമ്പയിൻ റൺ ചെയ്തത്. ടൂറിസം സെക്ടറിൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയിൽ കേരള ടൂറിസം ടാർഗറ്റ് ചെയ്യേണ്ടത് ഹൈ എൻഡ് ടൂറിസ്റ്റിനെയാണോ, അതോ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഓവർഫ്ലോ ഓഫ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റിൻ്റെ ഓവർഫ്ലോ ഒക്കെ കാണുന്നത്, ഇതിൽ ഏതിനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മുടെ കയ്യിലല്ലല്ലോ. ഇപ്പം ഒരു മലയാളിക്ക് എവിടെ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അവർക്ക് പോകുന്നിടത്ത് പോകും. ഇന്നത്തെ നമ്മുടെ ഇതെന്താണ്, എവ്രി വൺ ഇസ് ട്രാവലിംഗ്. ഒരു ദിവസം കിട്ടിയാൽ യാത്ര ചെയ്യും ആൾക്കാർ. റോഡുകൾ ഇമ്പ്രൂവ് ചെയ്തു, എല്ലാവരുടെ അടുത്തും വാഹനമുണ്ട്,
സോ ആൻഡ് യു ഹാവ് സ്റ്റാർട്ടഡ് എല്ലാം നമ്മൾ തന്നെ നമ്മുടെ ലീഷറിനെ നമ്മൾ അതിനൊരു വാല്യൂ ആയി. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത്, അത് യു കാൻ സ്റ്റോപ്പ് ഇറ്റ്. അതിൻ്റെ ഒരു ഇന്നത്തെ ഒരു കാലഘട്ടം അവിടെ എത്തി നിൽക്കുകയാണ്. പോസ്റ്റ് കോവിഡ് ആൾക്കാരുടെ ഒരു ചിന്ത തന്നെ എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്രം എ ബ്രാൻഡിങ് ഫ്രം എ പൊസിഷനിങ് പോയിന്റ്, ഇതൊരു ബ്രാൻഡ് പൊസിഷനിങ്ങിൻ്റെ വിഷയമാണ്. പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഈസ് ലോക്കലൈസ്ഡ്. നമ്മളിപ്പോൾ പറയുകയാണ്, ഞങ്ങളൊക്കെ പണ്ടേ ഒരു 20 വർഷമായിട്ട് 25 വർഷമായിട്ട് നമ്മൾ പറയുന്നതാണ് ദാറ്റ് വി ഫോക്കസ് ഓൺ ദി ഹൈ സ്പെൻഡിങ് ക്ലയൻറ്റിൽ, മറ്റേ ക്ലയൻറ്റിൽ വരും എന്നുള്ളതാണ്. ആൻഡ് നമ്മളതൊരു ഓൾവേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ദാറ്റ് വർക്ക്സ് അറ്റ് എ സർട്ടൻ ലെവൽ. മറ്റൊരു ലെവലിൽ ലോക്കൽ ടൂറിസ്റ്റ്, ഡൊമസ്റ്റിക് ടൂറിസ്റ്റിൻ്റെ വേറൊരു ലെവലിലൊരു അവർക്ക് ദേ നോട്ട് റിയലി ബോതർഡ് അബൌട്ട് ദ ബ്രാൻഡ്, ദേ ബോതർഡ് അബൌട്ട് ദി എന്താണ് എവറി ഡേ അവർക്ക് കൺസ്യൂം ചെയ്യാവുന്ന എക്സ്പീരിയൻസസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ നമ്മുടെ വ്ളോഗേഴ്സൊക്കെ കൊടുക്കുന്ന ഐഡിയാസ് വെച്ചുകൊണ്ട് ആൾക്കാർ ഓടുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ബിക്കോസ് ബ്രാൻഡ് പൊസിഷനിങ് ഈസ് ഇമ്മെറ്റീരിയൽ ടു ദം. ഇപ്പോഴും കേരളത്തിൻ്റെ ബ്രാൻഡ്, കേരളം ആസ് എ ഡെസ്റ്റിനേഷൻ in India and abroad, we have already achieved a fairly stable positioning of a high value brand, appealing to people who are willing to pay a little extra. ആ ഒരു ബ്രാൻഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്, ആൻഡ് വി ആർ മെയിൻറ്റെയിനിങ് ദാറ്റ്. അപ്പോൾ ഇപ്പം എല്ലാവരും പറയും ഗോവയിൽ പോകാമല്ലോ, 1000 രൂപയ്ക്ക് താമസിക്കാമല്ലോ എന്ന് പറയും, അല്ലെങ്കിൽ 1000 രൂപ വേണ്ട. കേരളത്തിൽ അങ്ങനെ പറയില്ല. നമ്മളിവിടെ എപ്പോഴും പറയും കുമരകത്ത് പോവുകയാണെങ്കിൽ ഒരു 10,000-3000 രൂപ കൊടുക്കാതെ താമസിക്കാൻ പറ്റില്ല. വിച്ച് ഇസ് ഗുഡ്. അങ്ങനെയാണ് നമ്മൾ, ദാറ്റ്സ് ഹൗ ബ്രാൻഡ് ദ ഡെസ്റ്റിനേഷൻസിൻ്റെ ഒരു വാല്യൂ പ്രൊപ്പോസിഷൻ എന്താണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത്, ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ ഐ തിങ്ക് we should not really be bothered about whether there is a wave of domestic tourists, whether it is foreign tourists. അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ഓഫറിങ്സിനെ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ആ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത് is at a premium, at a higher level than the average destination, and that's working well for us. രണ്ടാമതൊരു പുനർജന്മമാണിത്. ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ട് അത് ലൈഫിന്റെ ഒരു അപ്രോച്ചിനെ തന്നെ മാറ്റിയിട്ടുണ്ട്. the way you look at life ഇല്ല, സെയിം പഴയ പോലെ തന്നെ. എനിക്ക് വലിയ അങ്ങനൊരു അത്ര മാത്രമേ ഉള്ളൂ, അതേ ഉള്ളൂ. സീറ്റ് ബെൽറ്റ് പണ്ട് ഈ മേളത്തത് ഇളക്കി വെക്കുമായിരുന്നു, ഇപ്പൊ അതില്ല. ഈ ക്യാമറയെ പേടിച്ച് മീഡിയയെ പേടിച്ചും ഹെൽമെറ്റ് ധരിക്കുകയും സീറ്റ് ബെൽറ്റ് ഇടുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം നമ്മുടെ ഇടയിലുണ്ട്. ഞങ്ങള് സീറ്റ് ബെൽറ്റ് ഇട്ട ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ഇട്ടവരാണ്. ബാക്കിൽ ഇരിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഇടുന്ന എത്ര പേരെ അറിയാം? ആരെയും അറിയില്ല. ഞങ്ങൾ അത് ഇടുന്നവരായിരുന്നു. അതായത് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഈ ആക്സിഡന്റ് ഉണ്ടായിട്ട് രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ രണ്ടുപേരും പിന്നിലിരുന്നപ്പോഴും ഞങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു എന്നുള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അത് പക്ഷേ പ്രോപ്പറായിട്ട് ഇടാത്തത് കൊണ്ട് എൻ്റെ ഹൗസിങ് കുറച്ച് ഡാമേജ് ആയിപ്പോയി. ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒരു മലയാള സിനിമാ രംഗത്തെ ഇഷ്യൂസ് ചർച്ച ചെയ്യാനായിട്ടൊരു കമ്മിറ്റി വെച്ചു. കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു. 4 വർഷത്തിന് ശേഷമാണെങ്കിൽ അത് പുറത്തു വന്നു. അതിൽ ഒരുപാട് ചർച്ച നടക്കുകയാണ്. ഗവൺമെൻറ് ഇപ്പോൾ ഒരു SIT ഫോം ചെയ്തിട്ടുണ്ട്. എന്താണ് എന്ത് മെക്കാനിസമാണ് ഗവൺമെൻറ്റിന് മുന്നോട്ട് വയ്ക്കുക, അതായത് ഈ ഒരു സെക്ടറിനെ ക്ലീൻ അപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ബീയിങ് ദ ഗവൺമെൻറ്? അങ്ങനെ ഒരു ലെവലിലൊരു ചർച്ച വന്നിട്ടില്ല. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അങ്ങനൊരു മൾട്ടി ഡിപ്പാർട്ട്മെൻറ്റലായിട്ടൊന്നും ഇതിനെക്കുറിച്ച് ചർച്ച വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനൊന്നും ഇൻവോൾവ് ആയിട്ടേ ഇല്ല. ആസ് CS ചീഫ് സെക്രട്ടറി മാറ്റർ ഹാസ് നോട്ട് കം ടു മൈ അറ്റൻഷൻ. ഞാനും പേപ്പറിൽ വായിച്ച അറിവ് മാത്രമേ എനിക്കുള്ളൂ. ദി ഷോർട്ട് പോയിന്റ് ഇസ് ദാറ്റ് ഗവൺമെൻറ് കനോട്ട് മൂവ് അവേ ഫ്രം ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ബേസിക്കലി അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എന്താണ്, ദർ ആർ സ്പെസിഫിക്സ് ദർ. ആ സ്പെസിഫിക്സിനെ അന്വേഷിക്കാനുള്ള ടീമായി. ഇനിയിപ്പം അത് ഒരു കേസായിട്ട് മാറുമോ, രജിസ്റ്റർ ചെയ്യുമോ, അതൊരു ലീഗൽ പ്രോസസ്സാണ്. അത് പോലീസ് തന്നെ ചെയ്യണം. അതിൽ ഗവൺമെന്റിന്റെ പല കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരു സ്ത്രീ ഇങ്ങനെ എന്നെ ഇങ്ങനെ മൊളസ്റ്റ് ചെയ്തു എന്ന് പബ്ലിക്കായിട്ട് പറയുന്നു. അതെ, പക്ഷെ അതിന്റെ ലീഗാലിറ്റി എനിക്ക് പറഞ്ഞാൽ അറിയില്ല. എനിക്കും അറിയില്ല. അത് മനസ്സിലായില്ല. അതൊരു ഫൈൻ ലീഗൽ ക്വസ്റ്റ്യൻ ആണ്. ആ പോയിന്റ് ശരിക്കും അന്വേഷിക്കുന്ന ഈ പോലീസും പ്രോസിക്യൂട്ടേഴ്സ്, അതായത് ഈ പോലീസിന്റെ കൂടെ നിൽക്കുന്ന ലോയേഴ്സ്, ഗവൺമെന്റ് ലോയേഴ്സും കൂടി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്
വാട്ട് ഈസ് ദ ലീഗൽ ദ സ്ട്രോങ് ലീഗൽ പൊസിഷൻ എന്താണ്? ഒരു ഒപ്പീനിയൻ അല്ലല്ലോ. നമ്മൾ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിന് ഒരു ലീഗൽ ബാക്കിംഗ് ഉണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ആ ലീഗലായിട്ടൊരു റെസ്പോൺസിബിലിറ്റി ഈസ് കാസ്റ്റ് ഓൺ യു. ഈ രണ്ടും ഉണ്ടാവണമല്ലോ. ഒന്നിൽ ഗവൺമെൻറ് ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതും ഒരു ഫൈൻഡിങ് ആണ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, പക്ഷേ ഇനിയും അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞു, അതായത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാക്കി. ഈ ആദ്യത്തെ ഭാഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചോദിച്ചത്, വെദർ യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി ലീഗലി ടു ആക്ട് ബേസ്ഡ് ഓൺ ദി റിപ്പോർട്ട് ഓഫ് എ കമ്മീഷൻ. അതെനിക്കറിയില്ല, അതാണ് ഒരു ലീഗൽ ക്വസ്റ്റ്യൻ ആണ്. ഓൾസോ ആസ് ടു വാട്ട് ഹാസ് കം ഔട്ട് ഇൻ ടേംസ് ഓഫ് ഒരു ഫൈൻഡിങ് എൻക്വയറി എന്നൊക്കെയുള്ള. അതെ, അത് ഞാൻ പറഞ്ഞു, അതിനൊരു എന്താ അറിയാമോ, അതൊരു രണ്ട് ഒപ്പീനിയൻസ് ഉണ്ട് അതിൽ ഞാനിപ്പോൾ ഒരു ഒപ്പീനിയൻ പറയാൻ ആളല്ല. അതിന് ഒരു കൺഫ്യൂഷൻ ഈ പബ്ലിക് ലീവ് എന്ന് പറയുന്ന കാര്യത്തിൽ മേ ബി ദാറ്റ് കുഡ് ബി എ കംപ്ലൈന്റ്. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റിന് ഡയറക്റ്റ് ആയിട്ട് കേസെടുക്കാനാകുമോ അല്ലെങ്കിൽ ഗവൺമെന്റിന് അന്വേഷിക്കാനാകുമോ എന്നുള്ള അതാണ് ആ പോയിന്റ് തന്നെയാണ് ഞാനും പറഞ്ഞത്. അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഞാൻ പറയാൻ പാടില്ല, കാരണം അതൊരു ലീഗൽ ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മുടെ ലോ ഡിപ്പാർട്ട്മെൻറ്റോ AGയോ ഒക്കെ ആലോചിച്ചിട്ട് വേണം ഞങ്ങളെ അഡ്വൈസ് ചെയ്യാൻ.